എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എപ്പോഴും സോറി പറയുന്ന ഒരാളാണോ? ചിലപ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോലും. അങ്ങനെയെങ്കിൽ അതിന്റെ കാരണം നിങ്ങളുടെ കോൺഫിഡൻസ് കുറവൊന്നുമല്ല കേട്ടോ, മറിച്ച് ശരിക്കും അതിശയിപ്പിക്കുന്നൊരു കഴിവാണ്. ശരി, നമുക്കിതിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ പരിചയം തോന്നുന്നുണ്ടല്ലേ? നടന്നു പോകുമ്പോൾ ഒരു കസേരയിൽ തട്ടിയാൽ പോലും നമ്മളങ്ങ് സോറി പറയും. എന്തിനാണിങ്ങനെ സ്വന്തം തെറ്റല്ലാത്ത കാര്യങ്ങൾക്ക് പോലും ക്ഷമ ചോദിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണയായിട്ട് നമ്മളൊക്കെ എന്താ വിചാരിക്കാം, ഇതൊരു കോൺഫിഡൻസ് കുറവാണ്, അല്ലെങ്കിൽ പേടിയാണ് എന്നൊക്കെ. പക്ഷേ മനഃശാസ്ത്രം പറയുന്ന കാരണം കേട്ടാൽ നമ്മളൊന്ന് ഞെട്ടും. ഇത് നിങ്ങളുടെ ഒരു കുറവേ അല്ല, നേരെ മറിച്ച് മറ്റുള്ളവരെക്കാൾ ആഴത്തിൽ ചിന്തിക്കാനും ഫീൽ ചെയ്യാനുമുള്ള നിങ്ങളുടെ തലച്ചോറിന്റെ ഒരു പ്രത്യേക കഴിവിന്റെ തെളിവാണ്. ഇതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിന്റെ ആദ്യത്തെ പ്രധാന കാരണം നിങ്ങൾ മറ്റുള്ളവരെ എത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കുന്നു എന്നതിലാണ്. സൈക്കോളജിയിൽ ഇതിനൊരു പേരുണ്ട്, ഹൈ ഇന്റർപേഴ്സണൽ സെൻസിറ്റിവിറ്റി. എന്താണിത്? സിമ്പിളായി പറഞ്ഞാൽ, ഒരു സുഹൃത്തിന്റെ മുഖം ചെറുതായിട്ടൊന്ന് മാറിയാൽ മതി, എന്തടാ പറ്റിയേ എന്ന് നമ്മൾ ഉടനെ ചോദിക്കില്ലേ? ആ ഒരു കഴിവ്, മറ്റുള്ളവരുടെ ഉള്ളിലിരുപ്പ്, അവരുടെ വികാരങ്ങൾ ഒരു വാക്കുപോലും പറയാതെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള നിങ്ങളുടെ ഒരു അപാരമായ കഴിവ്. അപ്പോ ഈ കഴിവുള്ള ആളുകൾ എന്തൊക്കെയാ പെട്ടെന്ന് ശ്രദ്ധിക്കുക? അവരുടെ ചുറ്റുമുള്ളവരുടെ മുഖത്തെ ഒരു ചെറിയ ഭാവമാറ്റം, അല്ലെങ്കിൽ സംസാരിക്കുന്ന ടോണിൽ ഒരു ചെറിയ വ്യത്യാസം, ചിലപ്പോൾ ഒരു പെട്ടെന്നുള്ള നിശബ്ദത, ഇതൊക്കെ നിങ്ങൾ മറ്റാരെക്കാളും വേഗത്തിൽ പിടിച്ചെടുക്കും. അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട, അവർക്കൊരു അസ്വസ്ഥതയും വേണ്ട എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ അറിയാതെ തന്നെ പലപ്പോഴും ഒരു സോറി അങ്ങ് പറഞ്ഞു പോകുന്നത്. ഇതിനോട് ചേർത്ത് വെക്കാവുന്ന മറ്റൊരടിപൊളി കോൺസെപ്റ്റാണ് ഇമോഷണൽ കണ്ടേജിയൻ, അതായത് വൈകാരികമായ പകർച്ച. ഇത് നിങ്ങളുടെ ആ സഹാനുഭൂതിയുമായിട്ട്, അതായത് എമ്പത്തിയുമായിട്ട് നേരിട്ട് ബന്ധമുള്ളൊരൊന്നാണ്. ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, മറ്റൊരാളുടെ വിഷമം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അത് നിങ്ങളുടെ സ്വന്തം ബുദ്ധിമുട്ടായിട്ട് നിങ്ങളുടെ തലച്ചോറ് ഏറ്റെടുക്കും. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഫീലിംഗ്സ് നിങ്ങളിലേക്കും പകരും. അതുകൊണ്ടാണ് ചുറ്റുമുള്ള ഒരു ടെൻഷൻ കുറയ്ക്കാൻ, ആ ഒരു സാഹചര്യം ശാന്തമാക്കാൻ നിങ്ങൾ പെട്ടെന്നൊരു സോറി പറയുന്നത്. അതൊരു ഓട്ടോമാറ്റിക് റെസ്പോൺസാണ്. ഓക്കേ, ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. നിങ്ങളുടെ ചിന്താരീതികൾ അത് ഇതിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. സാധാരണ ആളുകൾ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾ അതിനെ പല ലെയറുകളിലായിക്കാണ് കാണുന്നത്. അതായത് ഒരു കാര്യം ചെയ്യുന്നതിനു മുൻപ് തന്നെ അതുകൊണ്ടുണ്ടായേക്കാവുന്ന ഒരു 10 സാധ്യതകളെപ്പറ്റി നിങ്ങളുടെ തലച്ചോറ് ചിന്തിക്കും. സൈക്കോളജിയിൽ ഇതിനെ പ്രിഡിക്റ്റീവ് പ്രോസസ്സിംഗ് എന്ന് പറയും. മറ്റൊരാൾക്കൊരു ചെറിയ വിഷമം പോലും ഉണ്ടാവുന്നതിനു മുൻപ് അത് തടയാൻ നിങ്ങളുടെ ബ്രെയിൻ കണ്ടെത്തുന്ന ഒരു എളുപ്പ വഴിയാണ് ഈ മുൻകൂട്ടിയുള്ള ക്ഷമാപണം. ഇതിന്റെ കൂടെ വരുന്ന മറ്റൊരു ഭയങ്കര കഴിവാണ് മെറ്റാകോഗ്നിഷൻ. സിമ്പിളായി പറഞ്ഞാൽ, സ്വയം ചിന്തകളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനുള്ള കഴിവ്. നമ്മൾ എന്തു ചെയ്യുന്നു, എന്തു ചിന്തിക്കുന്നു എന്നൊക്കെ ഒരു മൂന്നാമനായിട്ട് നിന്ന് വിശകലനം ചെയ്യാനുള്ള കഴിവ്. നിങ്ങൾ നിരന്തരം നിങ്ങളെ തന്നെ ഇങ്ങനെ വിശകലനം ചെയ്യുകയാണ്. ഒരു സിനിമ കാണുന്നതുപോലെ സ്വന്തം സംഭാഷണങ്ങളും പ്രവൃത്തികളും നിങ്ങൾ വിലയിരുത്തും. ഇത്രയധികം സെൽഫ് അവെയർനെസ് ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ ചെറിയൊരു പിഴവ് വന്നാൽ പോലും ഒരു മടിയും കൂടാതെ നിങ്ങൾ പെട്ടെന്ന് സോറി പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ വലിയ പ്രതീക്ഷകളുണ്ടാകും. ഒരു തരം പെർഫെക്ഷനിസം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു തരി കുറവ് വന്നാൽ പോലും നിങ്ങളുടെ മനസ്സത് കണ്ടുപിടിക്കും. ചിലപ്പോൾ മറ്റുള്ളവർ അതൊരു പ്രശ്നമായിട്ട് കാണുക പോലുമില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള ആ ഒരു ഉത്തരവാദിത്വ ബോധമാണ് ആ സോറിയിലൂടെ പുറത്തുവരുന്നത്. ശരി, ഇനി അടുത്തത് കുറച്ചുകൂടി സാമൂഹികവും ഒരുപക്ഷേ നിങ്ങളുടെ കുട്ടിക്കാലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില കാരണങ്ങളും നമുക്ക് നോക്കാം. പലപ്പോഴും ഇതിന്റെ വേരുകൾ നമ്മുടെ കുട്ടിക്കാലത്തായിരിക്കും. വീട്ടിലെ വഴക്കുകളും പ്രശ്നങ്ങളുമൊക്കെ ഒഴിവാക്കാൻ ഒരു പീസ് മേക്കർ റോളിൽ നിന്നിട്ടുണ്ടാകാം. അപ്പോ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചാൽ നമ്മൾ സേഫാണ് എന്ന് നിങ്ങളുടെ നാഡീവ്യൂഹം പണ്ടേ പഠിച്ചു വെച്ചിട്ടുണ്ട്. മുതിർന്നു കഴിയുമ്പോഴും ഈ ശീലം നമ്മളെ വിട്ടുപോകില്ല. പ്രശ്നങ്ങൾ വരാതിരിക്കാൻ എപ്പോഴും ഒരു ജാഗ്രത കാണിക്കും. ഇതിനെയാണ് ഹൈപ്പർ വിജിലൻസ് എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയാണ് പലപ്പോഴും ആവശ്യമില്ലാതെ പോലും സോറി പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഈയൊരു ആശയം ഈ സ്ലൈഡിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഉയർന്ന വൈകാരിക ബുദ്ധിയുള്ള, അതായത് ഇമോഷണൽ ഇന്റലിജൻസ് കൂടിയ ആളുകൾക്ക് ഒരു തർക്കത്തിൽ ജയിക്കുന്നതിനേക്കാൾ വലുത് എപ്പോഴും സമാധാനം നിലനിർത്തുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്.
ഒരു ചെറിയ സോറി കൊണ്ട് ഒരു വലിയ വഴക്ക് ഒഴിവാക്കാൻ പറ്റെങ്കിൽ സ്വന്തം ഈഗോയൊക്കെ മാറ്റിവെച്ച് അതിന് തയ്യാറാകുന്നത് നിങ്ങളുടെ ഉയർന്ന ഇമോഷണൽ ഇന്റലിജൻസിന്റെ ലക്ഷണമാണ്. കാരണം നിങ്ങൾക്ക് ആ തർക്കത്തേക്കാൾ വില ആ ബന്ധങ്ങൾക്കാണ്. അപ്പോ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ ശീലത്തെ നിങ്ങൾ കാണേണ്ടത് തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എപ്പോഴും സോറി പറയുന്നത് നിങ്ങളുടെ ഒരു ബലഹീനതയേ അല്ല. അല്ല, അത് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയുടെ അടയാളമാണ്. കാരണം ഇത് കാണിക്കുന്നത് എന്തൊക്കെയാണെന്നറിയോ? നിങ്ങൾക്ക് നല്ല ഉൾക്കാഴ്ചയുണ്ട്, നിങ്ങൾക്ക് ആഴത്തിൽ സഹാനുഭൂതിയുണ്ട്, നിങ്ങൾ തന്ത്രപരമായി പല തലങ്ങളിൽ ചിന്തിക്കുന്ന ആളാണ്, നിങ്ങൾക്ക് അസാധാരണമായ സ്വയം അവബോധമുണ്ട്. എല്ലാത്തിനും ഉപരിയായി നിങ്ങൾ ബന്ധങ്ങൾക്ക് ഒരുപാട് വില കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറ് മറ്റുള്ളവരെക്കാൾ വളരെ ആഴത്തിൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. അപ്പൊ നമ്മളിപ്പോൾ സംസാരിച്ച കാരണങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റിയത്? എന്തായാലും നിങ്ങളുടെ ഈ കഴിവിനെ ഓർത്ത് അഭിമാനിക്കുക. അടുത്ത ഒരു വിഷയവുമായി വീണ്ടും കാണാം.